ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും വേണം. കോടതിയാകട്ടെ നിലപാട് ചോദിച്ചിട്ടുണ്ട് CBIയോടും സർക്കാരിനോടും. ഈ ആവശ്യം വന്നതോടെ CPM നേതൃത്വം വെട്ടിലാവുകയാണ്. CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കേണ്ട എന്ന CPMൻ്റെ പ്രഖ്യാപിത നിലപാട് കൂടി പുറത്തു വന്നതോടെ പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലാണെന്ന് വ്യക്തമാകുന്നു. കണ്ണൂരിലെ പാർട്ടി കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണം പോകുമോ എന്ന ആശങ്ക CPMനിൽ ഉള്ളിലുണ്ട്. വിവരങ്ങളുമായി വിനീഷ് ഒപ്പം ചേരുന്നു. വിനീഷ്, എന്തുകൊണ്ട് CBI വേണ്ട, കൂട്ടിലടച്ച തത്ത എന്ന് ആവർത്തിച്ച് MV ഗോവിന്ദൻ പറഞ്ഞു എന്നത് വ്യക്തമാണ് അല്ലേ? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, CPM ആരെയൊക്കെ ഭയക്കുന്നുണ്ട്. ആ ഭയക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക്, അല്ലെങ്കിൽ CBIയുടെ അന്വേഷണം വേണ്ട, കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാക്കുകളും അത്തരത്തിലായിരുന്നു. കൂട്ടിലടച്ച തത്തയാണ് CBI എന്ന നിലപാടാണ് CPM നേതാക്കൾ സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് ADM നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് തങ്ങൾ എന്ന് പല ഘട്ടങ്ങളിലായി വിവരിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തുന്നത് CPM പല ഘട്ടങ്ങളിലായി ആവർത്തിച്ചിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ, CPM പത്തനംതിട്ട ജില്ലാ ഘടകം ഉൾപ്പെടെയുള്ള ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വലിയ തോതിൽ ആദ്യഘട്ടങ്ങളിൽ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യ അല്ലെങ്കിൽ മരണം നടന്ന സമയം മുതൽ തങ്ങൾ ADM നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ്, കുടുംബം ആവശ്യപ്പെടുന്ന ഏതൊരു അന്വേഷണവുമായി സഹകരിക്കാൻ അല്ലെങ്കിൽ ആ നിലപാടിനൊപ്പം നിൽക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന നിലപാടായിരുന്നു പല ഘട്ടങ്ങളിലായി CPM നേതൃത്വം സ്വീകരിച്ചിരുന്നത്. പക്ഷേ PP ദിവ്യയെ സംരക്ഷിക്കുക എന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോൾ പാർട്ടി നേതൃത്വം എത്തിയിരിക്കുന്നു. നേരത്തെയും സമാനമായ രീതിയിൽ പരസ്യമായി സംരക്ഷിക്കാതെ രഹസ്യമായി സംരക്ഷിക്കുന്ന നിലപാടാണെങ്കിൽ, പക്ഷേ ഇപ്പോൾ പരസ്യമായി തന്നെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് CPM നേതൃത്വം എത്തുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് പാർട്ടിയുടെ കൃത്യമായ മുഖം വെളിച്ചത്ത് വരുന്നത്. പ്രത്യേകിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചാൽ ഈ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അത് ഉന്നത CPM നേതാക്കളിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ച് CPM നേതാക്കളുടെ പല ഇടപാടുകളും പുറത്തു വരാനുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ തന്നെയാണ് CPMന്റെ നേതാക്കൾ വ്യക്തമാക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി തന്നെ അവരുടെ പ്രഖ്യാപിത നയം വ്യക്തമാക്കുന്നത് അത്തരത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് CBIയുടെ ആവശ്യം ഇല്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. അത് പാർട്ടിക്ക് ഭയം ഉണ്ടാകുന്നു എന്ന സാഹചര്യം വന്ന ഘട്ടത്തിൽ തന്നെയാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് CPMന്റെ ഉന്നത നേതാക്കൾ ഈ വിഷയത്തിൽ കുടുങ്ങും. ആ കുടുങ്ങാനുള്ള സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന നിലപാടുകൾക്കെതിരെ ശക്തമായ നിലപാടുമായി CPM നേതൃത്വം രംഗത്ത് വരുന്നത്. പൂർണ്ണമായും നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാടിലേക്കാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ രംഗത്തെത്തിയിരിക്കുന്നത്. പാർട്ടി നിലപാടും അത്തരത്തിലാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കൃഷ്ണരാജ്. ബിനീഷ് ആണ് വിവരങ്ങൾ നൽകിയത്. ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ട് CPMനെ ഇത് പ്രതിരോധത്തിലാക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് വിനീഷ് ചൂണ്ടിക്കാണിച്ചത്.